ഹായ് ചിക്കനുകളെ, ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാലക്കാടൻ സ്പെഷ്യൽ വെള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചട്ടി വെച്ച് കൊടുത്തു. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണ് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കുന്നത്. അതുകൊണ്ട് അത് ചട്ടിയുടെ അടിയിൽ പറ്റിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ, കൊത്തവരയ്ക്ക, ക്യാരറ്റ്, വാഴയ്ക്ക, അതുപോലെ ചേന, മുരിങ്ങക്കായ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് അങ്ങനെ ആവിയിൽ വേവിക്കാൻ വിട്ടിട്ടുണ്ട്. അത് വേവുന്ന നേരം നമുക്കിതിലേക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഒരു ഗ്ലാസ് തേങ്ങ കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തൈര് കൂടെ ചേർത്ത് നമ്മൾ തരിതരിപ്പായിട്ട് അരച്ച് മാറ്റിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കയ്യിലിൻ്റെ കണ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മുക്കാൽ വേവ് ആയ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ വെക്കുന്ന അവിയലിന് വെള്ളവും ചേർക്കില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് ഈ പച്ചക്കറിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മുടെ അവിയൽ വെന്ത് വരുന്നത്. ഏകദേശം മുക്കാൽ വേവ് വെന്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് ഒരുപാട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടില്ല നമ്മുടെ അവിയൽ. പാലക്കാടൻ അവിയൽ പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ചിലർ വെള്ളത്തിൽ പോലെ വെക്കുകയാണെങ്കിലും ഡ്രൈ ആയിരിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ലോണം കൂട്ടിയെടുത്തതിന് ശേഷം നമ്മളൊന്നുകൂടെ വേവിച്ചെടുക്കുന്നുണ്ട് ചെറിയ തീയിൽ. വെന്തതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ വെള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്